ഇന്നൊരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് എനിക്കൊന്ന് മുടി വെട്ടണമെന്നുള്ള ബോധങ്ങളും വന്ന് നേരെ ആ സിസിയിലേക്ക് ഒന്ന് നമ്മുടെ മന്ദാകിനെ അങ്ങ് ഒതുക്കി കേട്ടോ. കേരള സലൂൺ ഇത് പെരുന്തൽമണ്ണക്കാർ നടത്തുന്ന കടയായതുകൊണ്ട് തന്നെ ഭയങ്കര ഫേമസ് ആണ്. ഇവർക്ക് ബത്തേലും കടകളുണ്ട് കേട്ടോ. ഞാൻ കയറി അങ്ങ് ഇരുന്നു. മൂപ്പരുടെ കലാവിരുതുകൾ അങ്ങ് തുടങ്ങി. ഒന്നും നോക്കിയില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. പെട്ടെന്നെല്ലാം തീർത്ത് ഇറങ്ങാമെന്നുള്ള ധൃതിയായിരുന്നു എനിക്ക്. ലുക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നാട്ടിൽ വെച്ചായിരുന്നെങ്കിൽ ഞാൻ ഇത് തന്നെയായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയായിരുന്നു വെട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ റൂമിൽ ചെന്ന് കുളിയും നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മുർഷിദിന് പുറത്ത് പോയി ഫുഡ് കഴിക്കണം. എന്ത് കഴിക്കും എന്നുള്ള കാര്യത്തിലൊരു ഉറപ്പില്ല. പിന്നെ ബത്തേ ചെന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി മുർഷി തലങ്ങും വിലങ്ങും നടക്കുമായിരുന്നു കേട്ടോ. പാവം കുറേ കഷ്ടപ്പെട്ടു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടി കെട്ടിയടത്ത് ഒതുക്കി വെച്ച് ഇറങ്ങി അങ്ങ് നടന്നു. ഞങ്ങളൊരു കട തപ്പി ഇറങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ. അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടി. മൗസി ഫേമസ് ആണ്. പക്ഷേ റിയാദിലില്ലാത്ത കേസ് ഞങ്ങൾ അറിഞ്ഞില്ല. കയറി എല്ലാം ഓർഡർ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ ഇച്ചിരി ചീറ്റിംഗ് ഉണ്ടായിരുന്നു. പേരിൽ ചെറിയ മാറ്റം വരുത്തി അവർ കച്ചവടം ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെ പ്രൊഡക്റ്റിൽ അവർ ഒരിക്കലും ചീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കത് ശരിക്കും ഇത് കൊണ്ടങ്ങ് വെച്ചപ്പോൾ മനസ്സിലായി. അത്രയ്ക്കും ക്വാളിറ്റിയിലാണ് അവർ പ്രൊവൈഡ് ചെയ്തത് തന്നെ. ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി അങ്ങ് തുടങ്ങി. ഒരു സ്പൂൺ അങ്ങ് എടുത്ത് വാലോട്ട് വെച്ചപ്പോൾ തന്നെ എൻ്റെ കിളി പാറിപ്പോയി മക്കളെ. പിന്നെ മുർഷിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അന്നം കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അവസ്ഥ. ഗ്ലാസ്സും തുറന്ന് തിന്നും. സാധനം തീർന്ന ഇപ്പോൾ ഭയങ്കര സങ്കടം വന്നു. ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ. പിന്നെ അവിടുത്തെ ഒരു പോസ്റ്റർ കണ്ടില്ലേ, പാലും പഴവും തമ്മിലുള്ള മുഹബത്തിൻ്റെ അവിൽ മിൽക്ക്. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ തീർത്ത് ഞങ്ങൾ റൂമിലേക്ക് പോകണം. മസ്സലാം.